എന്താ അത്ര സൂക്ഷിച്ചു നോക്കണത്? ഏയ് ഒന്നുമില്ല, ശബ്ദം കേട്ടപ്പോ നോക്കിയതേ ഉള്ളൂ. വളക്കടവിൽ ശബ്ദം കേൾക്കുമ്പോ എത്തി നോക്കണത് അത്ര പന്തിയല്ലാട്ടാ. ഏയ് അതുകൊണ്ടല്ല, അങ്ങനെ ഒരു വിചാരം കൊണ്ടല്ല. വളക്കടവിൽ ശബ്ദം കേട്ടപ്പോ നാണാരാ കുളിക്കണമെന്ന് കരുതി, അതുകൊണ്ട് നോക്കിയതാ. അതാ, വേറൊന്നും കരുതല്ലേ. തമ്പുരാൻ വന്ന് എത്തി നോക്കുക വെച്ചാ വേറെന്ത് കരുതാനാ? നാണാരെ, നാണാരെ, നാണാരില്ലേ? ഇല്ല, ഓപ്പ പുറത്തേക്ക് പോയതാ. കുളത്തില് കരക്കാര് കുളികളെ കണ്ടപ്പോഴേ തോന്നി നാണുനേരം ഉണ്ടാവില്ലാന്ന്. മൂന്നമ്മേനെയും കാണണം, നാണുനേരെ ഒന്ന് കാണണം വെച്ച് പുറപ്പെട്ടാ. മൂന്നമ്മേന്ന് അണച്ചാ ഇപ്പൊ ആശുപത്രിയിൽ വന്ന് കയറിയിട്ടേ ഉണ്ടാവുള്ളൂ. പകൽ മുഴുവൻ ആശുപത്രി കഴിയണമല്ലേ. ഭാര്യയ്ക്കും ഭർത്താവിനും വല്ലതും മുട്ടിയുരുമാലും വർത്താനം പറയാനൊക്കെ ഉണ്ടാവേ. ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ചിട്ടില്ല വെച്ചാലും കല്യാണം കഴിച്ചോളുള്ള കാര്യങ്ങൾ അറിഞ്ഞു വേണ്ട നമ്മൾ പെരുമാറാൻ. എന്താ ജാനകുട്ടി, ഒന്നിരിക്കാനെങ്കിലും പറഞ്ഞൂടെ? ഞാൻ അന്യനൊന്നുമല്ലല്ലോ. ഞാൻ ജാനകുട്ടിയെ കണ്ടിട്ട് വർഷം കുറച്ചായിരിക്കണം. ഞാൻ കരുതിരുന്ന ജാനകുട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് വേറെ എവിടെയാണെന്ന്. അതെങ്ങനെ? വല്ലപ്പോഴും അമ്പലത്തിലേക്കോ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? എന്നാലേ ഇവിടെ ഉള്ള ഇവരെ നാട്ടുകാരറിയൂ. അല്ല, ഇതെന്താ കല്യാണമൊന്നും ആകാണ്ടിങ്ങനെ? കൊള്ളാവുന്ന ഒരു കാര്യം ഒത്തിണങ്ങി വരണ്ടേ അല്ലേ? ഉള്ളത് പറഞ്ഞ എന്റെ സ്ഥിതി ഇത് തന്നെയാ. മനസ്സിനിണങ്ങിയ ഒരു കുട്ടിയെ ഒത്തു കിട്ടണ്ടേ? മാലയോഗം മാലയോഗം എന്ന് പറയുന്നത് ഒരു യോഗം തന്നെ. ആട്ടെ, ജാനകുട്ടിക്ക് ജാതകവശാൽ വല്ല ദോഷമൊറ്റുണ്ടോ? ജാതകത്തിലൊന്നും ഒരു ദോഷവും ഇല്ല. എത്ര ഒത്തു വന്നാലും ഓപ്പയ്ക്ക് തൃപ്തിയാവില്ല. എനിക്ക് മടുത്തു. മടുക്ക് ഈ ഒരു കാര്യത്തിലും? എന്താ ഈ കേക്കണേ എന്റെ കൃഷ്ണ? ജാനകുട്ടിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ. ഉള്ളത് പറഞ്ഞ 5-6 വർഷം മുമ്പ് ഞാൻ കണ്ടതിലും ഒരു 5 വയസ്സ് കുറവേ ഇപ്പൊ തോന്നുന്നു. ഓപ്പ വരും, ചിലപ്പോ വൈകിയേക്കും. സാരമില്ല, തമ്പുരാനിരിക്കും. ഞാനിത്തിരി കാപ്പി ഉണ്ടാക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, മധുരം കുറയണ്ട. അല്ല, ഇതാരാ? തമ്പുരാനോ? തമ്പുരാനെന്ത് ഇവിടെ ഇന്ന് തന്നെ? അങ്ങോട്ട് ഇറങ്ങിയതാ. അപ്പൊ നാളുകാർക്ക് വലിയ പരിഭവം ഞാൻ ഇങ്ങോട്ട് വരണില്ല. വന്നപ്പോഴോ അങ്ങോട്ട് ഇല്ലേനും. കുട്ടിയോട് രണ്ടും കൂടി സിനിമയ്ക്കാന്നും പറഞ്ഞിറങ്ങി. എനിക്കാണെന്ന് വെച്ചാൽ ആ വക കളികളൊന്നും പിടിക്കില്ല. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിലും ഭേദം ജാനുമായിട്ട് വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കാലോ. 3 നേരം പുറത്തേക്ക് ഇറങ്ങിന്നോ? അപ്പൊ ഇനി അങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല. എന്താ ഞാൻ ഇറങ്ങി? ദീപാരാധിക്ക് സമയമാണു. ചെന്നില്ല ശരിയാവില്ല. ജാനകുട്ടി, കാപ്പി ഇനി ഒരു ദിവസം സൗകര്യമായിട്ട് വിസ്തരിച്ചയക്കളയാം. ദാ ഇറങ്ങട്ടെ. ആള് കൊള്ളാം. തമ്പുരാൻ എന്നുള്ളൊരു ഭാവമൊന്നുമില്ല. രസവും ചിരിയും ഒക്കെ ഉള്ളൊരു പ്രകൃത.